അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. റമളാൻ തിങ്കളിലെ 34 ചരിത്ര ചൊല്ല് പുതിയൊരു സീരീസിലായിട്ട് നങ്ങേണ്ടിക്കരുത്. അതിൽ ഒന്നാമത്തെ 4 ടിക്കറുണ്ട്. ഇണ്ടെങ്കിലെ കുട്ടികൊണ്ട് പോകേണ്ടത് മക്ക ചൊല്ലെ ആ പല റായത്ത് കാണാം. അതെ, അന്ധകാരത്തിൽ നിറഞ്ഞെങ്കത്തെ ഒരു റായ, അനാചാര അക്രമ നിറഞ്ഞെങ്കത്തെ ഒരു റായ, ചെറിയ ചെറിയ പെൺമക്കൾ ജീമത്തോട് പൂത്തിയൊയ്ന്നെങ്കത്തെ ഒരു റായ, മൂർത്തി പൂജ ആരാധന ആക്കിയൊയ്ന്നെങ്കത്തെ ഒരു റായ. പക്ഷേ ഈ ഒരു കാലഘട്ടത്തിൽ അവിടെ ഒരാളുണ്ട്, അയാൾക്ക് ഇതൊന്നും ഇഷ്ടമല്ല. ഈ അനാചാര കാണുകയോണ്ടില്ലಂತ, ഈ ഒരു മൂർത്തി പൂജരെ കാണുകയോണ്ടില്ലಂತ, അതൊക്കൊന്നും സപ്പോർട്ട് കൊടുക്കാണ്ടും ആ ഒരു ഭാഗത്തേക്ക് പോവാണ്ടും ഇല്ലെങ്കിൽ ആരാണ് ഈ ഭൂമി ലോകത്തെ പഠിച്ചരേ, ഇവിടെ ജീവിക്കരെങ്കത്തെ മനുഷ്യന്മാരുടെ ലക്ഷ്യം എന്തരേ, ഇതെല്ലാം ചിന്തിച്ചു എന്നെങ്കത്തെ ഒരാളായിട്ട് അയാളിലെ ആ മക്ക നിവാസിയെ വിളിച്ച ഒരു പേരെന്ത് അൽ അമീൻ, സത്യസന്ധനായ മനുഷ്യൻ ചൊന്തും. അതെ, ഞങ്ങളുടെ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് 40 വർഷമായിട്ട്. 40 വർഷമായാൽ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ജാവ് ഉറങ്ങുന്ന സന്ദർഭത്തിൽ കിനാവ് കാണാൻ തുടങ്ങിയത്. എന്ത് കിനാവ് കണ്ടെങ്കും പിറ്റേണ്ട സുബൈക്ക് എണിച്ചിട്ട് നോക്കുമ്പോൾ ആ കിനാവ് നേരാവിടും. അതായത് ഇന്നലെ ജാവുക എന്തെങ്കിലും ഒരു കിനാവ് കണ്ടെങ്കിൽ പിറ്റേണ്ട ആ ഒരു കാര്യം എന്തോ സക്സസ് ആയിട്ട് കാണില്ല, ആ കാര്യം കണ്ടോ എന്ത്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കും ഒരു ട്രെയിനിങ് ആയിട്ടുണ്ട്. അതായത് ഇനി എന്തോ ഒരു വലിയൊരു സംഭവം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബർഗ് പോണ്ടു, അതൊക്കെ വേണ്ടിയിട്ട് മനസ്സിൽ തയ്യാറാക്കണമെങ്കിൽ ഒരു ട്രെയിനിങ് ആയിട്ട് എന്ത് കൊടുത്തത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കു ഇതോട് കൂടിയിട്ട് ഈ ആൾമാർ ഈ കിണാവ് കാണലോട് കൂടിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിചാരിച്ചത് ഇനി ഈ ആൾമാർ കൂട്ടത്തിൽ ജീവിക്കുന്നത് സമാവില്ല, വേറെ എവിടെയെങ്കിലും വർത്തനെ പോയിട്ട് താമസിക്കാണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിചാരിച്ചത്. അങ്ങനെ നേരെ കഅബത്തിൽ നിന്നിട്ട് ഒരു 2-3 കിലോമീറ്റർ ദൂരമുള്ളെങ്കത്തെ ജബലുൻ നൂർ ചൊല്ല പർവ്വതത്തെ മേൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പത്തിത്ത്. അങ്ങനെ പത്തി പോകുമ്പോൾ അവിടെ ഒരു ചെറിയൊരു ഗുഹ കണ്ട്. ആ ഗുഹയിൽ ഏകദേശം ഒരാൾക്ക് ദൈക്കമുള്ളെങ്കത്തെ ഗുഹ മാത്രമേ ഉള്ളൂ. അങ്ങനെ ആ ഗുഹയിലുള്ളിൽ തെച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കഅബത്തിങ്ങനെ നോക്കി വന്നിച്ചിട്ട്, എന്നിട്ട് മനസ്സിൽ അള്ളാഹുടെ ചിന്തയാണ്. അപ്പോൾ അതായത് അണ്ടത്തെ കാലഘട്ടത്തിൽ അള്ളാഹുടെ കുറിച്ചിട്ടുള്ള അറിവിന്ത്, അതായത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമരെ ആ ഏക ആരാധനത്തെ കുറിച്ചിട്ട് കുറേശ്ശിങ്ങ ഗൊന്തിന്ത്. പക്ഷെ അങ്ങ് എന്താക്കിയെന്നാണ് ചൊന്നെങ്കിൽ അള്ളാഹുടെ കൂടെയും ഒരു ബിംബത്തെ കൂട്ടിയെന്നാറ്, അതായത് ഷിർക്കാക്കിക്കൊണ്ടിരുന്നാറ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ അള്ളാഹുടെ ചിന്തിച്ചുകൊണ്ടും അതേപോലെ എന്തുകാണ് ഈ വിഗ്രഹ ആരാധന ആക്കടെ, ഇത് സമ്മല്ലല്ലേ, ഇതിനെ കുറിച്ചിട്ടല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ ചിന്തിച്ചു എന്ത്. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപാട് ആരാധന ചൊന്നെങ്കിൽ പാവത്തങ്ക സഹായക്കടെ, ഇങ്ങനത്തെ കാര്യമെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ ആക്കിയത്. ഇനി ഈ ഇറാ ഗുഹയിൽ ജീവിക്കുന്ന സന്ദർഭത്തിൽ താമസിക്കുന്ന ആ ഒരു നാളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ എന്താക്കേണ്ടത് ഒരു 15 നാൾ ഒരു വാരം അങ്ങനെല്ലാം ഇറാ ഗുഹയിൽ ഒർത്തന്നെ ജീവിച്ചു എന്ന ഒരു സന്ദർഭം. ഈ പോണ്ട സന്ദർഭത്തിൽ ഖദീജ ബീബി റളിയല്ലാഹു അൻഹയുടെ ഇട്ടിಗೆ എന്തെങ്കിലും ഭക്ഷണം ആക്കിയിട്ട് നിങ്ങൾക്ക് ആരോഗ്യമായി തബല്ലമ തണ്ണിയ ഇത് കൊണ്ടുപോയിട്ടാണ് ജീവിച്ചു എന്നത്. അതായത് ടോട്ടലി ചൊന്നേണ്ട കണ്ടെങ്കിൽ ഏകാന്തവാസം വർത്തനെ ജീവിക്കുക എന്നുള്ളത്. ഇങ്ങനെ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിലാണ് ആറ് വേണ്ടത് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ഒരു മനുഷ്യ രൂപത്തിൽ വേണ്ടത്. ഇനി ഇക്ര സന്ദർഭത്തിലാണ് ഒരു നാല് ജാവുകോ പെട്ടെന്ന് എന്തോടോ ആ ഒരു ഗുഹ, അതായത് ചിമ്മ ഇക്രങ്കത്തെ ആ ഒരു ഗുഹ പെട്ടെന്ന് ഒരു പ്രകാശം കൊണ്ടിട്ടിങ്ങനെ വെളിച്ചം കൊണ്ടിട്ടിങ്ങനെ നിറയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത്ഭുതമാടോ, എന്തിനാ ഇത്. അതായത് ഇത്രത്തോളം ചിമ്മ ഇക്ര ഈ ഒരു ടൈമിൽ ഇപ്പോൾ സഡനായിട്ട് ഈ ഒരു വെളിച്ചം എവിടെ ബന്ത്. അപ്പോഴാണ് ഒരു മനുഷ്യരെ കണ്ടത്, മനുഷ്യരൂപത്തിൽ ഒരാൾ. അയാളുടെ കയ്യിൽ പട്ടൊരു ഒരു തുണിയുണ്ട്, അതിൽ ഗോൾഡ് കളറിൽ അല്ലെങ്കിൽ ബംഗാര കളറിൽ ഇന്ദ്രമാവൊന്ന് എഴുതിയിട്ടുമുണ്ടോ. അങ്ങനെ അയാൾ നേരെ വന്നിട്ട് ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാട്ടിയിട്ട് ചൊല്ലു, ഇക്ര, ഇത് ഓതോറോ. അപ്പോൾ ഹബീബന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലു, മാഅന ബിഖാരിൻ, നക്ക് ഓതുകതിരില്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ ഉമ്മിയാണ്. ഉമ്മി ചൊന്നെങ്കിൽ ഓതുകും എഴുതുകും തെരിയാത്ത ഒരാളായിട്ടുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ.
അപ്പോൾ ആ വന്ന മനുഷ്യൻ, അതായത് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമാണ് വന്നത്, മനുഷ്യരൂപത്തിലാണ് വന്നത്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ഗട്ടിയായിട്ട് ഇങ്ങനെ ഒന്ന് അതായത് അറുകി പിടിക്കറ്. ഈ അറുകി പിടിക്കലോട് കൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പേടിയാവിടും. അങ്ങനെ രണ്ടാമതായിട്ടും ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ചൊല്ലു ഇക്ര. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊല്ലു മാ അന ബിഖാരി, എന്നൊക്കെ ഓതുക തരില്ല. അങ്ങനെ രണ്ടാമതായിട്ടും അറുകി പിടിക്കറ്. അങ്ങനെ മൂന്നാമതായിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിട്ടിಗೆ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ചൊല്ലു ഇക്ര, ഓതോ. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലു മാ അന ബിഖാരി, എന്നൊക്കെ ഓതുക തരില്ല. അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മൂന്നാമതായിട്ടും അരുകി പിടിച്ചിൽ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ഓതി കൊടുക്കുന്നത് ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ചൊല്ലിങ്കത്തെ ആ ഒരു സൂറത്തിൽ 5 ആയത്ത് ഓതി കൊടുക്കും. ഈ ഓതി കൊടുത്തോട്ടോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇത് ഓതിയിട്ട്, അതായത് മൂന്നാമതായിട്ട് അറുകി പിടിക്കുന്ന സന്ദർഭത്തിൽ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ഓതി കൊടുക്കുന്നത് ഓരോരോ ലഫ്ലും അല്ലെങ്കിൽ ഓരോരോ ആയത്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹൃദയത്തിൽ എഴുതി വെച്ചതുപോലെ ആയോണ്ടിരുന്നിട്ടാണ്. അങ്ങനെ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പോണ്ടു. ഇതോടുകൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പേടിച്ചിട്ട് ബെറച്ചിട്ട് പോണ്ടു. പിന്നെ ഒന്നും നോക്കിയില്ല, നേരെ ഓടിയോണ്ട് ഖദീജ ബീവി റളിയല്ലാഹു അൻഹ ഔത്തുക്ക് ഓടിയോണ്ട് പോയിട്ട് ചൊല്ലു സമ്മിലൂനിയ ഖദീജ, ഖദീജ നൻ്റെ ഒന്ന് നീ പേപ്പാട്ട് ഖദീജ, ഒല്ലികൊണ്ട് നൻ്റെ മൂട് ഖദീജ. പേടിച്ചിട്ട് വേർത്തിട്ട് ഒൽകിയോണ്ട് ഹബീബന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖദീജ ബീബി റളിയല്ലാഹു അൻഹ ഒല്ലികൊണ്ട് പേപ്പാട്ടിയിട്ട് ചൊല്ലു നബിയെ നിങ്ങൾ പേടിക്കണ്ട, കാരണം നിങ്ങളെ അള്ളാഹു കൈവിടല, നിങ്ങൾ പാവപ്പെട്ട ആൾക്കാർക്ക് സഹായിക്കുന്ന ആളും അതേപോലെ കുടുംബം വന്ന് നല്ലോണം ചേർക്കുന്ന ഒരു ആളായതുകൊണ്ട് അള്ളാഹു നിങ്ങളെ കൈവിടല. പക്ഷേ ഖദീജ ബീബി റളിയല്ലാഹു അൻഹ മുണ്ടതിച്ചയില്ല. നേരെ ഹബീബന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിളിച്ചോണ്ട് വറഖത്ത് ബിൻ നൗഫൽ ചൊല്ലുടെ ആലമുട്ട കൂട്ടിയോണ്ട് കൊണ്ടു. ഈ വറഖത്ത് ബിൻ നൗഫൽ ചൊല്ലത് ഖദീജ ബീബി റളിയല്ലാഹു അൻഹരെ ബാപ്പയുടെ ഇലവൻ്റെ മോനാണ്. അയാൾക്ക് കണ്ണ് കണ്ടോണ്ടില്ലത് മാത്രമല്ലാണ്ട് അയാൾ അക്കാലഘട്ടത്തിലെ ഏറ്റവും വലിയൊരു പണ്ഡിതനും കൂടിയായിട്ടുണ്ട്. അങ്ങനെ അയലമുട്ട പോയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സംഭവിച്ച ഈ ഒരു കാര്യം ചൊന്നു. അപ്പോൾ ആ വറഖത്ത് ബിൻ നൗഫൽ ചൊല്ലു, ഇത് മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് മുട്ട വന്ന ആളാണ്, അതായത് ഇത് ജിബ്രീലായിട്ടേക്കറ്, അതുകൊണ്ട് ഇയാൾ ഇതൊരു പ്രവാചകനായിട്ടേക്കറ്. അപ്പോൾ വറഖത്ത് ബിൻ നൗഫൽ എക്സ്ട്രാ ആയിട്ട് ചൊല്ലുന്ന ഒരു വിഷയമുണ്ട്, അതായത് നിങ്ങൾ കൂട്ടത്തിൽപ്പെട്ട ആൾക്കാർ, ഖുറൈശ് ആൾക്കാർ ഈ നബിയെ തൻ്റെ കൂട്ടത്തിൽ നിന്ന് പുറത്താക്കുന്ന സന്ദർഭത്തിൽ നാണ് മാത്ത് ഇന്നേണ്ട് കണ്ടെങ്കിൽ നിങ്ങൾക്ക് സഹായിക്കുക നാണ് ഇക്കന്തേണ്ട്. ഈ ഒരു സംഭവം കഴിഞ്ഞിട്ട് ഒരു 3 തിങ്കളോ 4 തിങ്കളോ കഴിഞ്ഞാൽ പിന്നെ ഈ വറഖത്ത് ബിൻ നൗഫൽ ചൊല്ലാൽ മരിച്ചു പോണ്ടു. അപ്പോൾ ഇതോടുകൂടി ഹബീബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നുബുവത്ത് കിട്ടിയതാണ്. ഈ ഒരു സന്ദർഭത്തിൽ പിന്നെ അതായത് ഇറാ ഗുഹ ചൊല്ലിങ്കത്തെ ആ ഒരു മഹാഗുഹയിൽ നിന്നിട്ട് ഉണ്ടായ ഒരു ചെറിയൊരു പ്രകാശത്തിൽ നിന്നിട്ട് പിന്നീട് ലോകമെങ്കാടും വലിയ ഒരു പ്രകാശമായിട്ട് ഈ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം ആയിപ്പോണ്ടു. ഇതെല്ലാം സംഭവിച്ചത് ഈ ഒരു ഖുർആൻ ആദ്യമായിട്ട് ഇറങ്ങിയത് അത് ഒരു റമളാൻ തിങ്കളിലായിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പരിശുദ്ധമായ റമളാൻ തിങ്കൾ ഖുർആൻ്റെ ഒരു തിങ്കളും കൂടിയാണ്. അതോടുകൂടി നാം ഖുർആൻ നല്ലോണം ഓതുകയും അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് തരട്ടെ. അതേപോലെ ഇനി ഇതുപോലെയുള്ള നല്ല നല്ല ചരിത്രത്തിൽ പണ്ട് നാളിൽ കൂടി ഞങ്ങൾക്കാക്കാം. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് തരട്ടെ ചൊന്തു നന്ദിപ്പെട്ട. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.